അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതൽ 21 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. രജസാസ്ത്രീകൃതേനൈവ തമസാ ച തഥാ പുനഃ അന്യോന്യസ്യ സമായോഗാദന്യഥാ പ്രതിഭാതി വൈ. അവസ്ഥാനാൽ സ്വഭാവേഷു നൈവ ജാത്യന്തരാണി ച ലക്ഷ്യന്തേ വിപരീതാനി യോഗാൻ നാരദ കുത്രചിൽ. യഥാ രൂപവതി നാരീ യൗവനേന വിഭൂഷിത ലജ്ജാ മാധുര്യയുക്താ ച തഥാ വിനയസംയുത. കാമശാസ്ത്രവിധിജ്ഞാ ച ധർമ്മശാസ്ത്രേപി സമ്മതാ. ഭർത്തൃപ്രീതികരീ ഭൂത്വാ സപത്നീനാം ച ദുഃഖദാ. മോഹദുഃഖസ്വഭാവസ്ഥാ സത്വസ്ഥേത്യുച്യതേ ജനൈ. തഥാ സത്വം വികുർവാണാമന്യഭാവം വിഭാതി വൈ. ചൗരൈരുപദ്രുതാനാം ഹി സാധൂനാം സുഖദാ ഭവേൽ. ദുഃഖാമൂഢാ ച ദസ്യൂനാം സൈവ സേനാ യത്തഥാ ഗുണാ. വിപരീത പ്രതീതിം വൈ ജനയന്തി സ്വഭാവതാ. യഥാ ച ദുർദിനം ജാതം മഹാമേഘഘനാവൃതം. വിദ്യുൽസ്തനിത സംയുക്തം തിമിരേണാവഗുണ്ഠിതം. സിഞ്ചദ്ഭൂമിം പ്രവർഷദ്വൈ തമോ രൂപമുദാഹൃതം. യദേതൽകർഷകാണാം വൈ തദേവാതീവ ദുർദിനം. ബീജോപസ്കരയുക്താനാം സുഖദം
പ്രഭവത്യുതാം അപ്രച്ഛന്ന ഗൃഹാണാം ചാദുർഭഗാനാം വിശേഷതാം തൃണകാഷ്ഠഗൃഹീതാനാം ദുഃഖദം ഗൃഹമേധിനാം പ്രോഷിത ഭർതൃകാണാം വൈ മോഹദം പ്രവദന്ത്യപി സ്വഭാവസ്ഥാ ഗുണാ സർവേ വിപരീതാ വിഭാന്തി വൈ ലക്ഷണാനി പുനസ്തേഷാം ശൃണു പുത്രബ്രവീമ്യഹം ലഘുപ്രകാശകം സത്വം നിർമ്മലം വിശദം സദാ യദാംഗാനി ലഘൂന്യേവ നേത്രാദീനിന്ദ്രിയാണി ച നിർമ്മലം ച തഥാ ചേതോ ഗൃഹാതി വിഷയാന്നതാൻ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതൽ 21 കൂടിയുള്ള ശ്ലോകങ്ങൾ പാടി ഇപ്പോൾ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതുപോലെ സ്ത്രീയുടെ സ്ഥാനത്തു നിൽക്കും രജോതമോ ഗുണങ്ങളും വ്യത്യസ്ത ഭാവം ജനിപ്പിക്കും. ഗുണങ്ങളോ സ്വന്തം ഭാവം തന്നിൽ നിന്നാൽ വൃത്തിഭേദമുണ്ടാകില്ല. സംയോഗത്താൽ വിപരീതങ്ങൾ രൂപയൗവനയുക്തയാം വിഭൂഷിതയായൊരുവൾ ലജ്ജാമാധുര്യം വിനയം ഒത്തുചേർന്നവൾ. കാമശാസ്ത്രവിദഗ്ധയും ധർമ്മശാസ്ത്രവിദൂഷിയും പതിക്കു സുഖവും സപത്നിക്കു ദുഃഖവും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മോഹദുഃഖ സ്വഭാവിയെയും അവളിൽ സത്വഗുണം എന്നു ചൊല്ലും മനുജരും സാമാന്യമായി. അതുപോലെ സത്വഗുണം വികാരം പ്രാപിക്കുമ്പോഴും വിപരീതമായ ഗുണം ഉണ്ടാകും നൂനം. കള്ളന്മാരെ ശിക്ഷിക്കുന്ന രാജസേന സജ്ജനത്തെ രക്ഷിക്കുന്നു. ചട്ടമ്പികളെയോ ദ്രോഹിക്കും. സ്വസ്വഭാവത്തിനു വിപരീതമാകും പ്രകൃതികൾ ദുർദീനം പോൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. അമ്മേ ദേവി ഭഗവതി,
അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. കൂരിരുട്ടായി ഇടിമിന്നൽ അതിഘോരമഴ പെയ്തു കുളിർപ്പിക്കും ഭൂമിയെയും ദുർദിനം ചിലർ. ആ ദുർദിനവും വിത്തിറക്കിടുന്ന കർഷകനപ്പോൾ ആനന്ദത്തിൻ സുദിനമായി മാറുന്നു തീർച്ച. വീടുമേയാൻ പറ്റാത്തോനും വിറകു ശേഖരിക്കേണ്ട ഗൃഹസ്ഥനും ആ ദിനമോ ദുർദിനം തന്നെ. ഭർത്താവരീകത്തില്ലാത്ത സതിക്കും ദുർദിനം തന്നെ. ഗുണങ്ങളോ സ്വസ്വഭാവം പോലെ മാറുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഇനി ഗുണങ്ങളുടെ താം ലക്ഷണത്തെ പറഞ്ഞിടാം. സത്വഗുണം പ്രകാശിച്ചാൽ നിർമ്മലമാകും. ലഘുവായ അവയവം കണ്ണും മനസ്സെന്നിവയും നിർമ്മലമാകുമ്പോൾ മനം വിഷയമുക്തം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ദേവീ നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയായി നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 204 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ 21 കൂടിയുള്ള ശ്ലോകങ്ങളാണ് പാരായണമായും ഭാഷാഗാനമായും നമ്മൾ സമർപ്പിച്ചത്. ഇനി പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ആ ഗുണങ്ങളെക്കുറിച്ച് നാരദ മഹർഷിയുടെ ചോദ്യത്തിന് മറുപടിയായി ബ്രഹ്മാവ് പറയുകയാണ്. ഗുണാനാം ലക്ഷണം, ഗുണങ്ങളുടെ ലക്ഷണം അങ്ങ് പറഞ്ഞു. ഇനി അത് കേട്ടിട്ട് മതിയാവണില്ല, ഗുണങ്ങളുടെ ശരിയായ പരിജ്ഞാനം ഉണ്ടാവാവുന്ന തരത്തിൽ അത് വർണ്ണിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ വർണ്ണനയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ പറയുകയാണ്, രജസാ സ്ത്രീകൃതേനൈവ തമസാച തഥാ പുന.
അന്യോന്യസ്യ സമായോഗാത് അന്യഥാ പ്രതിഭാതി വൈ. ഇപ്പോൾ സർവാഭരണഭൂഷിതയായ സുന്ദരിയായൊരു യുവതി തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കണു, മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കൊക്കെ പരിചരണം ചെയ്യണു. അതേപോലെ തന്നെ എന്നാൽ സപത്നിമാർക്ക് ദുഃഖവും മോഹവും നൽകുന്നു. ഇതേപോലെ അപ്പോൾ ആ സ്ത്രീയുടെ സ്ഥാനത്ത് സത്വഗുണത്തെ സങ്കല്പിക്കുക. അപ്പോൾ സത്വഗുണം ആ സ്ത്രീയെപ്പോലെ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും വ്യത്യസ്തമായ വൃത്തികൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ സ്ത്രീയുടെ സ്ഥാനത്ത് നിൽക്കുന്ന രജസ്സും തമസ്സും അന്യോന്യം ബന്ധപ്പെടുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടാവുന്നു. വളരെ സങ്കീർണമായിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ. കാരണം തത്വപ്രവചനമാണ്, കേവലം കഥാപ്രവചനമല്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ത്രീയുടെ സ്ഥാനത്ത് നിൽക്കുന്ന രജസ്തമോ ഗുണങ്ങൾ അന്യോന്യം ബന്ധപ്പെടുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടാവും. നാരദ അവസ്ഥാനാൽ സ്വഭാവേഷു നൈവജാത്യന്തരാണിച്ച ലക്ഷ്യന്തേ വിപരീതാനി യോഗാൻ നാരദ കുത്രജിൽ. നാരദ ഓരോ ഗുണവും ഒറ്റയ്ക്ക് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ, ഓരോന്നിനും മറ്റു ഗുണങ്ങളുമായി ബന്ധമില്ലായിരുന്നു എങ്കിൽ വൃത്തിഭേദങ്ങൾ ഉണ്ടാവില്ല, അല്ലേ? മറ്റൊന്നിനോട് ചേരുന്നത് കൊണ്ടാണ് വിപരീതമായിട്ടുള്ള വൃത്തികൾ ഉണ്ടാവുന്നത്. നാരദ അത് മനസ്സിലാക്കൂ. യഥാ രൂപവതീ നാരീ യൗവനേന വിഭൂഷിത ലജ്ജാ മാധുര്യയുക്ത ച തഥാ വിനയ സംയുത. രൂപയൗവനങ്ങൾ തികഞ്ഞ് വിഭൂഷിതയായൊരു സ്ത്രീ, അവളിൽ ലജ്ജ, മാധുര്യം, വിനയം തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ട്. അതേപോലെ കാമശാസ്ത്ര വിധിജ്ഞാച ധർമ്മശാസ്ത്രേപി സമ്മത ഭർത്തുപ്രീതികരീ ഭൂത്വ സപത്നീനാം ച ദുഃഖത. കാമശാസ്ത്രാദി വിധികൾ അറിയാം, ധർമ്മശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. തൻ്റെ ഭർത്താവിന് പ്രീതി ജനിപ്പിക്കുന്നതോടൊപ്പം തന്നെ സപത്നിമാർക്ക് ദുഃഖവും നൽകുന്നു. അപ്പോൾ മോഹദുഃഖസ്വഭാവസ്ഥ സത്വസ്ഥേത്യുച്യതേ ജനൈ തഥാ സത്വം വികുർവാണാം അന്യഭാവം വിഭാതിവൈ. അതുകൊണ്ട് നാരദ മനസ്സിലാക്കൂ, മോഹവും ദുഃഖവും നൽകുന്ന സ്വഭാവവും അവൾക്കുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന സത്വഗുണം മാത്രമല്ല, മോഹവും ദുഃഖവും നൽകുന്ന സ്വഭാവമുണ്ട്. എങ്കിലും മനുഷ്യരെന്താ പറയുക? അവൾ സത്വഗുണം മാത്രമുള്ളവളാണ്, നല്ലവളാണ് എന്ന് പറയും. അതുപോലെ സത്വഗുണം വികാരം പ്രാപിക്കുമ്പോഴും വിപരീതമായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. സാത്വിക ഗുണ വിഷയത്തിലും അതിന് വിപരീതമായിരിക്കുന്ന താമസ ഗുണങ്ങളുടെ ആഭാസം ഉണ്ടാവണു. അത് സ്വാഭാവികമാണ് എന്നാണ്. എന്നിട്ട് പറയുകയാണ്, ചൗരൈരുപദ്രുതാനാം ഹി സാധൂനാം സുഖദ ഭവേൽ ദുഃഖാമൂഢാച ദസ്യൂനാം സൈവ സേനാ തഥാ ഗുണ. കള്ളന്മാർക്ക് പീഡ നൽകുന്ന അതേ രാജസേന തന്നെ, അതേ അല്ലെങ്കിൽ അതേ രാജാവ് തന്നെ സജ്ജനങ്ങൾക്ക് സുഖം നൽകുന്നുണ്ട്, ഇല്ലേ? ചട്ടമ്പികൾക്ക് ദുഃഖം നൽകുന്നുണ്ട്. അതേപോലെയാണ് ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കൂ. വിപരീത പ്രതീതിം വൈ ജനയന്തി സ്വഭാവത യഥാച ദുർദിനം ജാതം മഹാമേഘഘനാവൃതം. സ്വസ്വഭാവത്തിന് അനുസൃതമായ വിപരീതമായ പ്രകൃതികൾ ഉണ്ടാവും, ഇല്ലേ? ചില സാധാരണ ദിനങ്ങളെ പോലെയല്ല, ചില ദുർദിനങ്ങൾ വരുമ്പോൾ എന്തുണ്ടാവും? വലിയ കറുത്ത ഇരുണ്ട മേഘങ്ങൾ തിങ്ങിക്കൂടുന്നു. എന്നിട്ടോ ലോകം മുഴുവൻ കൂരിരുട്ടിലായിത്തീർന്നു. വിദ്യും സ്ഥലിത സംയുക്തം തിമിരേണ ആവഗുണ്ഠിതം സിഞ്ചത് ഭൂമിം പ്രവർഷദ്വൈ തമോരൂപമുദാഹൃതം. നമ്മളെ മുഴുവൻ കൂരിരുട്ടിലാക്കി, ഇടയ്ക്കിടയ്ക്ക് ഇടിയും മിന്നലും, അതേപോലെ തന്നെ ഒന്നും കാണാനാവാത്ത തരത്തിൽ പേമാരി പെയ്യുന്നു, ഭൂമിയെ കുളിർപ്പിക്കുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും അത് ദുർദിനമാണെന്നാണ് ചിലർ പറയുക. ആ ദുർദിനം തന്നെ ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം യഥേതൽ കർഷകാണാം വൈ തദേവാതീവ ദുർദിനം ബീജോപസ്കരയുക്താനാം സുഖദം പ്രഭവത്യുത. ആ ദുർദിനം തന്നെ ഒരേ ദിവസം തന്നെയാണ്, പക്ഷേ സാധാരണ ആളുകൾക്ക് അത് ദുർദിനമായി തോന്നുമ്പോൾ വിത്തിറക്കാൻ കാത്തിരിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മഴ വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ ദിനം അവരെ സംബന്ധിച്ചിടത്തോളം സുദിനമാണ് എന്ന് പറയുന്നു.
അപ്രച്ഛന്നഗൃഹാണാം ച ദുർഭഗാനാം വിശേഷത തൃണകാഷ്ഠഗൃഹീതാനാം ദുഃഖതം ഗൃഹമേധിന. എന്നാൽ വീട് കെട്ടി മേയ്യ, പണ്ടൊക്കെ അങ്ങനെയാണ് അല്ലേ, ഓല കൊണ്ട് വൈക്കോല് കൊണ്ടൊക്കെ മേയ്യാണ്. അങ്ങനെ അത് സാധിക്കാത്ത ദുർഭാഗ്യവാന്മാർക്ക്, ആ ഭാഗ്യഹീനന്മാരായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് പുല്ലും വിറകും ഒക്കെ ശേഖരിക്കേണ്ടത് ഗൃഹസ്ഥന്മാർക്ക്, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ അതികഠിനമായിട്ടുള്ള മഴ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ കർഷകർക്ക് സുദിനമായ ദിനം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ദുർദിനമായിട്ട് മാറുകയും ചെയ്യും. എന്നിട്ട് പറയുകയാണ്, പ്രോഷിത ഭർതൃകാണാം വൈ മോഹദം പ്രഭവന്ത്യപി സ്വഭാവസ്ഥ ഗുണാ സർവേ വിപരീത വിഭാന്തി വൈ. ഭർത്താവ് വളരെ ദൂരദിക്കിലേക്ക് പോയിരിക്കുന്നവളെ ഈ ദുർദിനം തളർത്തിക്കളയും, അല്ലാത്ത പേടിയോ. അപ്പം എല്ലാ ഗുണങ്ങളും സ്വസ്വഭാവത്തിനനുസരിച്ച് പ്രതികൂലമായ പ്രവൃത്തിയും അല്ലെങ്കിൽ പ്രതീതിയും ജനിപ്പിക്കണു എന്ന് മനസ്സിലാക്കണമെന്നാണ്. ലക്ഷണാനി പുനസ്തേഷാം ശൃണുപുത്ര ബ്രവീമ്യഹം ലഘുപ്രകാശകം സത്വം നിർമ്മലം വിശദം സദാ. ഇനി ആ ഗുണങ്ങളുടെ ലക്ഷണങ്ങൾ പറയാം. മകനെ എന്നാണ് വിളിക്കണത്. പുത്ര ബ്രവീമ്യഹം, ഞാൻ പറയാം, കേട്ടുകൊള്ളൂ. സത്വഗുണം ലഘുവായി പ്രകാശിക്കുന്നതും നിർമ്മലവും വിശദവും ആണ്. യഥാംഗാനി ലഘൂന്യേവാ നേത്രാദീനി ഇന്ദ്രിയാണി ച നിർമ്മലം ച തഥാ ചേതോ ഗൃഹാതി വിഷയാന്നതൻ. എപ്പോഴാണോ ലഘുവായ അവയവങ്ങളും കണ്ണ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ തന്നെ നിർമ്മലമായിരിക്കുന്നത്, അപ്പോൾ അവ വിഷയങ്ങളിൽ നിന്ന് വിമുഖമായിരിക്കും. അവിടെ സത്വഗുണം പ്രകാശിക്കും എന്നാണ്. അപ്പോൾ ആ 21-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. നാളെ 22-ാമത്തെ ശ്ലോകം മുതൽ 33 കൂടിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവതിയുടെ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സാദരം സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു,
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.